ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങാനീര് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിനാഗിരി എടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 കരിമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 അയലയുണ്ട്, അത് ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചേ ഉള്ളൂ. 4 കരിമീനുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ മീനകത്ത് അരപ്പ് പുരട്ടി കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാതെ ആദ്യം ഒരു ഫിഷ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ആ കട്ട് ചെയ്തേക്കുന്ന പോർഷനൊക്കെ ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇങ്ങനെ അരപ്പാകുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കും. എന്നിട്ടാണ് മൊത്തത്തിൽ ഇങ്ങനെ അരപ്പ് പുരട്ടിയെടുക്കുന്നത്. പിന്നെ ദാണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ കരിമീൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഫിഷ് അവിടെ ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളക് തക്കാളി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട. ഫിഷ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മുടെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വെജിറ്റബിൾസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതും അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ എളുപ്പം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ബാലൻസ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേന് ചെറിയ സവാളയായിരുന്നു കേട്ടോ, 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ്. പിന്നെ 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് ഇനി നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ടൊന്ന് വാടി വരണം. ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടിവകകളൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഒന്ന് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അരപ്പിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഇപ്പം ഞാൻ നല്ലൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചത് കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതെല്ലാം കൂടെ അരപ്പെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനേക്കാളും മുമ്പ് ഉപ്പ് നോക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാണ്ടേ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതിനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ദാണ്ടേ ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ദാണ്ട് അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് തോനെ അരപ്പ് വെച്ച് കൊടുക്കുമ്പോഴാണ് കരിമീൻ പൊള്ളിച്ചതിനൊക്കെ കുറച്ച് ടേസ്റ്റ് തോന്നാറുള്ളത്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള അരപ്പ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാട്ടിലല്ലാത്തത് കൊണ്ട് തന്നെ നല്ല വാഴയില കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ വാഴയിലേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും വാഴയിലയുടെ അത്രയും ഒരു മണമൊന്നും ഇല്ല, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ ദാണ്ടേ നമ്മൾ അരപ്പിൻ്റെ പുറത്തോട്ട് കരിമീൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ദാണ്ട് ഇതുപോലെ ഇങ്ങനെ അരപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര അരപ്പ് വേണോ അത് കണക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം 4 കരിമീൻ പൊള്ളിച്ചതിന് ഇത്ര അരപ്പ് കറക്റ്റായിരുന്നു. അപ്പോൾ ദാണ്ട് ഇനി നമുക്ക് വാഴയില ഒന്ന് മടക്കി അതൊന്ന് കെട്ടി കൊടുക്കണം. നമുക്ക് വാഴയുടെ വള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നൂല് വേണമെങ്കിൽ. എൻ്റെ കയ്യിൽ നൂലേ ഉള്ളായിരുന്നു, അത് വെച്ച് ഞാനിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത്. അതും ചൂടായി വന്നപ്പം നമ്മുടെ കെട്ടി വെച്ച വാഴയില വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി വെന്ത മീനാണ്, അതുകൊണ്ട് കുറേ നേരം വെച്ചേക്കണ്ട. എന്നാലും വാഴയിലയുടെ കളർ മാറി വരുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.